നമസ്കാരം. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ അതിസങ്കീർണമായ വേദിയിൽ വീണ്ടും തീപിടുത്തം പോലെ ഉയരുകയാണ് ഇറാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സംഘർഷം. പേർഷ്യൻ ഗൾഫ് തീരങ്ങളിൽ നിന്ന് ആരംഭിച്ച് ലോക സമാധാനത്തിന്റെ ഹൃദയഭാഗത്തേക്കും അതിന്റെ പ്രതിഫലനം എത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്നത്. പരസ്പര ഭീഷണികളും പ്രത്യാക്രമണങ്ങളും വർദ്ധിക്കുന്നതിനൊപ്പം യുദ്ധത്തിന്റെ ദിശയും തീവ്രതയും കൂടുതൽ അപകടകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ സൈന്യത്തിനകത്തുണ്ടായ അനിശ്ചിതത്വവും അപ്രതീക്ഷിതമായ മാറ്റങ്ങളും ഈ സംഘർഷത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ഇറാനുമായുള്ള യുദ്ധം ഒരു മാസം പിന്നിട്ടിരിക്കെ US സൈന്യത്തിലും പോര് കനക്കുന്നു. കരസേനാ മേധാവി ജനറൽ റാൻഡി ജോർജിനെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പുറത്താക്കി. കാലാവധി പൂർത്തിയാക്കാൻ ഒരു വർഷം ശേഷിക്കെയാണ് ജോർജിനോട് ചീഫ് ഓഫ് സ്റ്റാഫ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സൈന്യത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ട്രെയിനിംഗ് കമാൻഡിന് നേതൃത്വം നൽകുന്ന ജനറൽ ഡേവിഡ് ഹോട്ട്സിനെയും സേനാ ജനറൽ വില്യം ഗ്രീൻ ജൂനിയറിനെയും പുറത്താക്കി. യുദ്ധം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഹെക്സത്തും സൈനിക നേതൃത്വവും തമ്മിലുള്ള ഭിന്നതയാണ് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറി ക്രിസ്റ്റീനോ, അറ്റോർണി ജനറൽ പാമ്പോണ്ടി എന്നിവരെ നേരത്തെ പുറത്താക്കിയിരുന്നു. FBI ഡയറക്ടർ കാഷ് പട്ടേൽ, ഇന്റലിജൻസ് മേധാവി തുൾസി ഗബ്ബാർഡ് എന്നിവരും ഉടൻ തെറിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 24 മണിക്കൂറിനിടെ US-ന്റെ F-15E സ്ട്രൈക്ക് ഈഗിൾ വിമാനം ഇറാന്റെ അതിർത്തിക്കുള്ളിൽ വെച്ചും ഫെയർ ചൈൽഡ് റിപ്പബ്ലിക് A-10 തണ്ടർബോൾട്ട് 2 വിമാനം ഹോർമൂസ് കടലിടുക്കിന് സമീപത്തും ഇറാൻ വെടിവെച്ചിട്ടു. ഇറാന്റെ മണ്ണിൽ US സേനാ വിമാനം തകരുന്നത് ആദ്യമാണ്. F-15-ൽ നിന്ന് ചാടിയ വൈമാനികരിൽ ഒരാളെ US സ്പെഷ്യൽ ഫോഴ്സ് സാഹസികമായി രക്ഷപ്പെടുത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ട്. മറ്റേയാൾക്കായി ഇറാൻ US സൈന്യങ്ങൾ തിരച്ചിൽ തുടരുകയാണ്. അമേരിക്കക്കാരെ കണ്ടാലുടൻ വെടിവെക്കുക എന്ന് ആദ്യം ഇറാൻ ഭരണകൂടം നിർദ്ദേശം നൽകിയെങ്കിലും പിന്നീട് പൈലറ്റിനെ കണ്ടെത്തി ജീവനോടെ കൈമാറുന്നയാൾക്ക് $66,100 പാരിതോഷികം പ്രഖ്യാപിച്ചു. ഇതോടെ ഇറാൻകാർ ആയുധങ്ങളുമായി തിരച്ചിലിനിറങ്ങി. അതിനിടെ UAE-യിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഈജിപ്ഷ്യൻ സ്വദേശി കൊല്ലപ്പെട്ടു എന്നും റിപ്പോർട്ടുകളുണ്ട്. 16 പേർക്ക് പരിക്കേറ്റു. അമേരിക്കൻ കരസേനയുടെ ഉന്നതനായ മേധാവിയെ പദവിയിൽ നിന്ന് മാറ്റിയ തീരുമാനം വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും ഇടയാക്കി. യുദ്ധത്തിന്റെ തീവ്രത ഉയരുന്ന ഘട്ടത്തിൽ ഇത്തരമൊരു നീക്കം സാധാരണ ഭരണപരമായ മാറ്റം എന്നതിലുപരി തന്ത്രപരമായ ഒരു നിർണായക ചുവടുവയ്പായി വിലയിരുത്തപ്പെടുന്നു. ഇത് അമേരിക്കയുടെ യുദ്ധനയത്തിൽ വലിയൊരു പുനഃക്രമീകരണത്തിന്റെ സൂചനയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ആഗോള വിശകലനക്കാരെ അലട്ടുന്നത്. അതേസമയം ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശക്തമായ നിലപാടുകളും പ്രസ്താവനകളും ഈ സംഘർഷത്തെ കൂടുതൽ ചൂടുപിടിപ്പിക്കുന്ന ഘടകങ്ങളായി മാറുകയാണ്. ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ശക്തമായ പ്രതികരണങ്ങളും സൈനിക സജ്ജീകരണങ്ങളും ഈ യുദ്ധം ഒരു പ്രാദേശിക സംഘർഷത്തിൽ നിന്ന് ആഗോള പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകളാവുകയാണ്. അമേരിക്കൻ സൈനിക ശക്തിയുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ, പ്രത്യേകിച്ച് കടൽപാതകളും ഊർജ്ജ വിതരണ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുള്ള തന്ത്രങ്ങൾ, ലോക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ ബാധിക്കാവുന്ന വിധത്തിലാണ്. അതിനൊപ്പം അമേരിക്കൻ സൈന്യത്തിനകത്തെ നേതൃമാറ്റങ്ങൾ യുദ്ധഭൂമിയിലെ ആത്മവിശ്വാസത്തെയും പ്രവർത്തനക്ഷമതയെയും ബാധിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നു. ഈ പശ്ചാത്തലത്തിൽ യുദ്ധം വെറും ആയുധങ്ങളുടെ ഏറ്റുമുട്ടലല്ല, അത് തന്ത്രങ്ങളുടെ, നയങ്ങളുടെ, നേതൃപരമായ തീരുമാനങ്ങളുടെ കരുത്ത പരീക്ഷണമാവുകയാണ്. കരസേനാ മേധാവിയുടെ പുറത്താക്കൽ പോലുള്ള സംഭവങ്ങൾ യുദ്ധത്തിന്റെ ഉള്ളറകളിൽ നടക്കുന്ന സംഘർഷങ്ങളെ വെളിപ്പെടുത്തുന്ന ശക്തമായ സൂചനകളായി മാറുന്നു. ലോകം മുഴുവൻ ആശങ്കയോടെ നോക്കുന്ന ഈ ഘട്ടത്തിൽ ഓരോ നീക്കവും ഭാവിയിലെ ആഗോള സമാധാനത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നതായി.